മലയാളിയുടെ കപട സദാചാര സങ്കല്പങ്ങളെ വലിച്ചു കീറിയ സിനിമയാണ് ഷട്ടർ. തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമ. ഷട്ടറിൽ മുഖ്യ കഥാപാത്രമായ നായികയായ ലൈംഗിക തൊഴിലാളിയെ അവതരിപ്പിച്ചുകൊണ്ട് സജിത മഠത്തിൽ മികച്ച നടിയായി, മികച്ച രണ്ടാമത്തെ നടിയായി സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കരസ്ഥമാക്കി. സജിത ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പ്രേക്ഷകർക്കിടയിൽ. ഇപ്പോൾ ഇതാ ദൂരദർശൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് സജിത മഠത്തിൽ. നമസ്കാരം. നമസ്കാരം. 10-15 വർഷങ്ങൾക്ക് മുൻപ്, 15 വർഷമായി എന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥയിലും അതുപോലെയൊക്കെയുള്ള തെരുവ് നാടകങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയിൽ നിന്ന് ഇന്ന് ലോകമറിയുന്ന അഭിനേത്രി, നാടക പ്രവർത്തക, ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തക എല്ലാമായ സജിത മഠത്തിലേക്കുള്ള വളർച്ചയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചില കാര്യങ്ങൾ അവിശ്വസനീയമാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനൊരു കരിയറൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചിലതൊക്കെ അധ്വാനമുണ്ട്, അതിൻ്റെ പുറകിൽ ഭയങ്കരമായിട്ടുള്ള പാഷനും ആ പാഷന് വേണ്ടിയിട്ടുള്ള ഒരു അധ്വാനവും ഒക്കെ ഉണ്ട്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ബേസിക്കലി. ഒന്ന്, ആ പ്രായത്തിൽ നമ്മൾ ഭയങ്കര തീവ്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നൊരു പ്രായമാണല്ലോ, 10-21 വയസ്സ് എന്നൊക്കെ പറയുമ്പം. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ശരി, നാടകം പഠിച്ചു കളയാം. അതിന് എനിക്ക് റീസൺസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ പരിഷത്തിൻ്റെ കലാജാഥയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള നാടകങ്ങളിലായിരുന്നു ഞാൻ കൂടുതലും സജീവമായിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, വേറെ എങ്ങനെയൊക്കെയോ ചെയ്യണം, ഇതിൻ്റെ ടൂൾസ് കുറച്ചുകൂടി പഠിച്ചെടുക്കണം. നാടകം എന്താ, കാരണം നമ്മൾ നാടകം എന്ന് ആ പരിഷത്തിൻ്റെ കലാജാഥയിലുള്ള നാടകങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആയിരിക്കും. എല്ലാം തീരുമാനങ്ങൾ എടുത്ത് നമ്മളതിൽ അഭിനേതാവായിട്ട് മാത്രമാണ് അതിലൊരു റോള് എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഓർഗനൈസറും കൂടിയായിരുന്നു. ഈ 2 റോളുകളുമാണ് ഞാൻ പ്രധാനമായിട്ടും വഹിച്ചിരുന്നത്. പക്ഷേ നാടകത്തിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത്, ആ മീഡിയത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്ന ആൺലോകം ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് പഠിച്ചെടുക്കണം എന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൽക്കട്ടയിൽ നാടകം പഠിക്കാൻ വേണ്ടി പോണത്. അത് അത്ര കൽക്കട്ടയിലേക്കാണ് പോയത്. ഇവിടുത്തെ നാടക പഠന കേന്ദ്രങ്ങളൊന്നും ഉപയോഗപ്പെടുത്തിയില്ല. അപ്പോഴത്തേ ഞാൻ BA കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി MA എക്കണോമിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും പിന്നെ ഒരു BA ലെവലിലൊരു കോഴ്സ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് MA ഇൻ ആക്ടിങ് ആണ് അവിടെ പഠിച്ചത്, അങ്ങനെ പോയത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഡിസിഷനായിരുന്നു. കാരണം ഒന്ന്, ആദ്യമായിട്ട് ഞാൻ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഡിസിഷൻ. അല്ല, ഈ കോഴിക്കോടിന് ഒരു നാടക പാരമ്പര്യം, കലാപാരമ്പര്യം ഒക്കെ ഉണ്ട്. ആ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് സജിതയെ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വളരെ ചെറിയ കുട്ടിയാകുമ്പം എൻ്റെ അമ്മ ടീച്ചറൊക്കെയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. അപ്പം പിന്നെ ഈ ചെറിയ എല്ലാ അമേച്ച്വർ നാടകങ്ങളിലും അന്നൊരു ഡാൻസൊക്കെ ഉണ്ടാവും, ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നതായിട്ടൊക്കെ ഉണ്ടാവും. അപ്പം കുട്ടികളെ കിട്ടില്ലല്ലോ ഡാൻസ് അറിയുന്ന. ഞാൻ ഡാൻസാണ് വളരെ സീരിയസ് ആയിട്ട് 10-20 വയസ്സ് വരെ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ടീച്ചർ, എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ ടീച്ചറെ ഒന്ന് മോളെ വിടുമോ ഒരു ഡാൻസ് കളിക്കാൻ. അപ്പം ഞാൻ ഈ നാടക സംഘങ്ങൾ, അന്നത്തെ അമേച്ച്വർ നാടക സംഘങ്ങളിലൊക്കെ നാടകത്തിനോടൊപ്പമുള്ള ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അല്ല, അഭിനയിച്ചിട്ടില്ല ഞാൻ കൃത്യമായിട്ട്. അപ്പോൾ ആ സമയത്തായിരിക്കും എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറയുന്നത്, ഈ 2 ഡയലോഗും കൂടി പറയണേന്ന്. അതുവരെ റിഹേഴ്സലിൻ്റെ ഒരു ഘട്ടങ്ങളിലും എന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ സമയത്ത് സ്റ്റേജ് കയറുമ്പോഴായിരിക്കും പറയുക, മോൾ പോയിട്ട് ഈ ഡയലോഗ് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കണം. അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമാണ്. എനിക്ക് പെർഫോമൻസ് എന്ന് പറയണമെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ ഭാഗമായിരുന്നു. ആ രീതിയിൽ അമേച്ച്വർ നാടകവേദിയുടെ ഭാഗമായിരുന്നു. ഞാൻ വളരെ സജീവമായിട്ട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ താജിൻ്റെ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ചെറുതാവുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും കാണുമ്പോൾ കേട്ടിയുടെ നാടകങ്ങൾ, താജിൻ്റെ നാടകങ്ങളൊക്കെ കണ്ടിട്ടാണ്. അതെ, അതൊക്കെ നമ്മൾ കണ്ടിട്ട് തന്നെയാണ് വലുതായിട്ടുള്ളത്. കോഴിക്കോട് വളരെ സജീവമായിരുന്നു ആ കാലത്ത്. ഈ ഷട്ടറിനെ കുറിച്ച് പറയുമ്പോൾ, ഷട്ടറിലെ ആ വേശ്യാസ്ത്രീ, അതാണല്ലോ മുഖ്യ കഥാപാത്രം, നായിക. ഈ വേശ്യാസ്ത്രീയുടെ കഥാപാത്രം, വേശ്യ എന്ന വാക്കിൻ്റെ അർത്ഥം വശപ്പെടുത്തുന്നവൾ എന്നാണെങ്കിൽ അത് അന്വർത്ഥമാക്കും വിധം എല്ലാവരെയും വശപ്പെടുത്തി. പടം കണ്ട് പുറത്തിറങ്ങുന്ന പ്രേക്ഷകൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, എവിടെയായിരുന്നു ഇത്രയും കാലമെന്ന്. അതുതന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എവിടെയായിരുന്നു, എന്തുകൊണ്ട് സിനിമയിലേക്ക് എത്താൻ ഇത്ര വൈകി? എല്ലാ വഴികളും
അവസാനിക്കേണ്ടത് സിനിമയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമ ആ വഴിയിലുള്ള ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ നമ്മൾ സിനിമയിലേക്ക് എത്തുന്നതാണ് ആത്യന്തികമായിട്ടുള്ള ഒരു കാര്യം എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആടെ ചെന്നിട്ടേ 1-2 ആളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിക്കേ. ഇല്ലാന്ന് ഒരൊറ്റാളുള്ളൂ. പൈസേന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എത്ര ഉറുപ്പ്യ വരും? സമയത്ത് ആയതുകൊണ്ട് 500 ഉറുപ്പ്യ തന്നാൽ മതി, അല്ലെങ്കിൽ റേറ്റ് 1000. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് കുറച്ച് ഓ വണ്ടി എടുത്തിട്ട് പോരാ. വരുന്നോ? പോടാ. അല്ല, നിങ്ങൾ ഗൾഫാണല്ലേ? നല്ല മണമുണ്ടല്ലോ. എന്തൊരു ചൂടാത്. ഞാൻ ഊട്ടിയിലായിരുന്നേ, നല്ല തണുപ്പാ അവിടെ. ചെക്ക നോക്കി വണ്ടി വിടറാ. എങ്ങട്ടാ പോണ്? ലോങ്ങൊന്നും അല്ലല്ലോ അല്ലേ? സിനിമയാണ് ഏറ്റവും വലിയ ജനകീയ മാധ്യമം എന്ന് ഞാൻ കരുതുന്നു. അതൊരു സത്യവുമാണ്. പക്ഷെ ആ നിലയ്ക്ക് അഭിനയരംഗത്ത് 1.5 പതിറ്റാണ്ട് മുമ്പ് നിൽക്കുന്ന ഒരു പെൺകുട്ടി അന്നൊന്നും സിനിമയെ സ്വപ്നം കാണുകയോ ആഗ്രഹിക്കുകയോ ചെയ്തില്ല എന്നത് വലിയ ഒരു അത്ഭുതമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നത്. അങ്ങനെ സിനിമയൊന്നും എൻ്റെ ഒരു പ്രയോറിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, സത്യമായിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് 1-2 കാര്യങ്ങൾ, ഇപ്പം ചില ആളുകൾ നമ്മളെ സുഹൃത്തുക്കൾ വന്നിട്ടൊന്ന് അഭിനയിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേയും ഞാൻ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. വളരെ ചെറിയ ചെറിയ വേഷങ്ങൾ. ആരും ഗൗരവപ്പെട്ടൊരു വേഷം തന്നിട്ട് സജിതൊന്ന് അഭിനയിക്കൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ പുറകെ നടന്നിട്ടുമില്ല. കാരണം എൻ്റെ പ്രയോറിറ്റികളിൽ അത് പെട്ടിട്ടുണ്ടായിരുന്നില്ല. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മോഹത്തോടു കൂടി ഞാൻ ആരെയും സമീപിച്ചിട്ടില്ല. ചിലപ്പോൾ അതായിരിക്കാം റീസൺ. ഇപ്പം നമുക്കതിലൊരു താല്പര്യമുണ്ട് എന്ന് പറയുമ്പോഴല്ലേ വേറൊരാൾ അത് കൺസിഡർ ചെയ്യുള്ളൂ. ധാരാളം പേര് സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ടല്ലോ, അതിനു വേണ്ടി പ്രയത്നിക്കുന്നവരുണ്ടല്ലോ, അതിൽ ഒരു റോള് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. ചിലപ്പോൾ അതായിരിക്കാം റീസൺ. പലപ്പോഴും ഞാൻ എൻ്റെ കൂട്ടുകാരുടെ, എനിക്ക് പരിചയമുള്ളവരെ, ഞാൻ വിചാരിക്കുന്നവരുടെ സിനിമകളിൽ വളരെ ചെറിയൊരു വേഷം ചെയ്യാൻ വേണ്ടി അവർ വിളിക്കുമ്പോൾ ശരി പോയി ചെയ്യാം എന്ന് വിചാരിച്ചു. എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ. പക്ഷെ ഈ ഷട്ടറിലേക്ക് എത്തുന്നത് എൻ്റെ സുഹൃത്തായുള്ള ജോയ് മാത്യു നിർബന്ധമായിട്ടും ഈ ക്യാരക്ടർ നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴാണ്. അതിലും എനിക്ക് ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തുടക്കത്തിൽ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. കാരണം ഒരു കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൂവിക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള നടികളായിരിക്കും നല്ലത്. പുതിയൊരു നടിക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നെങ്കിലോ, അദ്ദേഹത്തിന് ഇൻഡസ്ട്രിയിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കാതിരുന്നെങ്കിലോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ എന്നെ കാസ്റ്റ് ചെയ്യരുതെന്ന് അദ്ദേഹത്തിനടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് പണിയാ കാണിക്കണത്? ഇന്നവിടെ ഒരാൾ കാത്തിരിക്കണല്ലെന്ന്. സമയം 1:30. ആ ചെക്ക് ഇതുവരെ ഭക്ഷണമായിട്ട് എത്തിയില്ലല്ലോ. ഓനല്ലേ പറഞ്ഞു 12 മണിക്ക് വരുന്ന്. വല്ല വണ്ടിക്കും കുടുങ്ങി ചത്തുണ്ടാവും. എനിക്ക് പോണേ. ഞാനിങ്ങനെ പോവാനാ? ഇത് തുറക്കണ്ടേ? ഓരോ പരിപാടി ഒപ്പിച്ചു വെച്ചിട്ട് മിണ്ടായിരുന്ന തുറക്കാൻ പറ്റുമോ? നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് തുറക്കാൻ പറയുന്നേ? വരാതിരിക്കൂല. അനക്കിപ്പോ ഓരോ പൈസയല്ല നഷ്ടം. പൈസ എന്ന് പറഞ്ഞ ചില്ലറ പൈസയാന്ന വിചാരം? അത് ഞാൻ തന്ന പോരെ. നിങ്ങൾ തരുവോ? തന്നാ നല്ലത്. ഞാൻ ഏതായാലും ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. നമ്മളെ മര്യാദ കാണിക്കണല്ലോ. നല്ല കസ്റ്റമർ ആണേ. ഹലോ, പതുക്കെ പറയും. ഹലോ, ഇങ്ങനെ മതിയോ? ഹലോ, ഇന്ന് ഡ്യൂട്ടി കഴിയുന്ന തോന്നില്ലടാ. ഇന്നും ഓവർ ടൈമാ. നാളെ വിളിക്കാട്ടാ. നാളെ വിളിക്കടാ. ആ ചെക്കൻ ഇടപെട്ടിട്ട് 500 എന്നുള്ളത് 300 ആക്കിയതാണേ.
ഇത് ഞാൻ മുഴുവൻ എടുക്കും. നിങ്ങൾ ഡ്യൂട്ടി ഒഴിവാക്കി വെറുതെ എങ്ങനെ നടന്നോളി. അവസാനം എന്നെ കുറ്റം പറയരുതേ, എന്റെ കുറ്റമല്ലാട്ടാ. ഇത് ഈ ലൈംഗിക തൊഴിലാളികളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ നിരീക്ഷിച്ചിട്ട് ചെയ്തതാണോ? നമുക്കൊരു നടിക്ക് പ്രത്യേകിച്ച് സിനിമയിൽ, നാടകത്തിൽ അതിൻ്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ആവശ്യകതയുണ്ട്. പക്ഷേ പിന്നെ ഇതിൽ സിനിമയിലുള്ളൊരു ഗുണം എന്താ വെച്ചാൽ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ആളുകളാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡയലോഗുകൾ റെഡിയാണ്. സംവിധായകന് അറിയാം ആ ക്യാരക്ടറിൽ നിന്ന് എന്താണ് വരേണ്ടത്, നമ്മുടെ മുഖത്തു നിന്ന് വരേണ്ട അഭിനയം എന്താണ്, നമ്മൾ ടോട്ടാലിറ്റിയിൽ കാണിക്കേണ്ട മൂമെൻറ്റ്സ് എന്താണ് എന്നതിനെ കുറിച്ചിട്ട് സംവിധായകനും ഒരു കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാവും. ആക്ടേഴ്സ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് നിന്നിട്ടുള്ളൊരു പണിയാണ് സിനിമയിലെ ആക്ടിങ്ങിൽ വലിയൊരു പങ്ക്. തീർച്ചയായിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ആ ഇമോഷൻസിനെ പുറത്ത് കൊണ്ടുവരുന്നതിൽ ഒരു പക്ഷേ എനിക്ക് സെക്സ് വർക്കേഴ്സുമായിട്ടുള്ള ഒരു പിന്നെ അവരുടെ ആക്ടിവിസവുമായിട്ടൊക്കെ മാറി നിന്ന് കണ്ടു നിന്നിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ബന്ധം ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പം സെക്സ് വർക്കേഴ്സുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു നടിക്കും ഇതേപോലെയൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ എനിക്ക് ഇതൊരു പ്ലസ് പോയിന്റ് ആയി മാറി. അത്രേ എനിക്ക് പഴയ ചില സിനിമകൾ ചെയ്തിട്ടുണ്ട്, ചക്രവാകം, ഒരുപാട് സിനിമകളിൽ ഇത്തരം കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ സ്ട്രൈക്കിംഗ് ആയിട്ട് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളാരും നോക്കണത് വന്നപ്പോ തുടങ്ങിയതാണല്ലോ. മോറൊഴുകാൻ തന്നെ ഇവിടെ വെള്ളമില്ല. അതെ, ഒരു ചായ ഇട്ടെന്താ വഴി? മിണ്ടായിരിക്കാനാ നോക്കി. ഞാൻ സ്നേഹിച്ച ഭയങ്കര സ്നേഹാണേ, തെറ്റിയ മഹാ അലമ്പാ. നിങ്ങളോട് എനിക്ക് അലമ്പാവാൻ പറ്റൂല. എന്താ അറിയോ, ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് പൈസ തരൂലേ? ഇപ്പം ചോദിച്ചാലും തരും അല്ലേ? നവമാധ്യമങ്ങൾ ഷട്ടറിനെ ധാരാളം സഹായിച്ചിട്ടില്ല. ഇപ്പോൾ ഫേസ്ബുക്ക് പോലുള്ള മീഡിയകൾ, അത്തരം മീഡിയകളെ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു സോൾട്ട് ആൻഡ് പെപ്പറിലൊക്കെ തന്നെ, സോൾട്ട് ആൻഡ് പെപ്പർ ആയാലും 22 ഫീമെയിൽ ആണെങ്കിലും അത്തരം എല്ലാ സിനിമകൾക്കും ഫേസ്ബുക്ക് ഭയങ്കരമായിട്ട് ഈ നെറ്റ്വർക്കിംഗ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഗ്രൂപ്പുകളെല്ലാം ഷട്ടറിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്, ഷട്ടർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. അത് ഷട്ടർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷവും ആ ഗ്രൂപ്പ് വളരെ സജീവമാണ്. ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പം പിന്നെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പിന്നെ നമ്മളുടെ അഭിനയത്തിനെ കുറിച്ചിട്ടും ഷട്ടർ കണ്ടതിനെ കുറിച്ചുള്ള കമൻസും ഇപ്പോഴും ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എന്നും ഫേസ്ബുക്കിൽ മെസ്സേജസ് വരും, നിങ്ങളുടെ അഭിനയത്തിനെ കുറിച്ചിട്ട് എങ്ങനെയാണായിരുന്നു അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അപ്രീസിയേറ്റിംഗ് ആയിട്ടുള്ള നോട്ടുകൾ ഇപ്പോഴും വരാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സിനിമ കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും പിന്നെ CD ഒക്കെ കണ്ട് ഇപ്പോഴാണോ DVD ഇറങ്ങിയത്, അടുത്ത കാലത്താണല്ലോ. അപ്പം ആളുകൾ അതിനോട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ വളരെ പുതിയ ആളാണ് ഈ ഫീൽഡിൽ. പിന്നെ ഒരു സിനിമയാണ് ഗൗരവമായിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഓഡിയൻസിൻ്റെ അടുത്ത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. വേറെ ചില സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നറിയാം. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ നിഴൽക്കുത്ത്, അതുപോലെ അകം, ആദിമദ്യാന്തം, അങ്ങനെ ചില സിനിമകൾ. അപ്പോൾ അതിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് എന്താണ്? ഇത്രയും പ്രാധാന്യം അത്തരം സിനിമകളിലൊന്നും ലഭിച്ചിട്ടില്ല എന്നറിയാം. അല്ല, അത് നമുക്ക് ലഭിക്കുന്ന ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ള ക്യാരക്ടറിനെ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊക്കെ തന്നെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ്. എനിക്ക് കാര്യമായി എന്തെങ്കിലും ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നുമില്ല. കാരണം അവരെൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. അതിന് ഞാൻ അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, ഓൾറെഡി പിന്നെ അറിയപ്പെടുന്നതോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പ്രൂവ് ചെയ്തിട്ടതോ ആയിട്ടുള്ള നടിയല്ലല്ലോ. ഞാൻ തിയേറ്ററിലാണ് എൻ്റെ ഒരു എക്സ്പേർട്ടിസം ഉള്ളത്. അപ്പം അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല. എന്നെ എന്ത് ധൈര്യത്തിലാണ് ജോയ് കാണിക്കുന്നൊരു ധൈര്യം മറ്റുള്ളവർ കാണിക്കണമെന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് സുഹൃത്തുക്കളായുള്ള എത്രയോ സംവിധായകരുണ്ട്, എഴുത്തുകാരുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു ധൈര്യം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല.
ഇപ്പോൾ സതയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സതയ്ക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു പക്ഷേ അവർ കുറച്ചും കൂടി ഒരു ധൈര്യം കാണിക്കുമായിരിക്കാം. ഇപ്പോൾ ഷട്ടറിന് ശേഷം പലരും അത്തരം ധൈര്യം കാണിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പോൾ കമൽ സാറിൻ്റെ പടത്തിൽ നല്ല കഥാപാത്രമല്ലേ, ഏതാണ് സിനിമ? നടൻ എന്നാണ്. അത് തിയേറ്റർ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഒരു മലയാള നാടക ചരിത്രവും ഇന്നത്തെ കണ്ടംപററി അവസ്ഥയിൽ നാടകത്തിൻ്റെ അവസ്ഥയും എന്താണെന്ന് കാണിക്കുന്നതും കൂടിയാണ് ആ സിനിമ. നടിയായി തന്നെയാണ് അഭിനയിക്കുന്നത്. നടിയും കൂടിയാണ് ആ സിനിമയിൽ ഞാൻ. കൾച്ചറൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന പണി വലിയൊരു പണിയാണ്. കേവലം ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് അത് ചെയ്തുകൊണ്ട് നടക്കുന്നവരുമുണ്ട്. പക്ഷേ സജിത വളരെ കമ്മിറ്റഡായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോൾ ഇന്ത്യയാകെ സഞ്ചരിക്കാനും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള തനത് കലകളെ അറിയാനും മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ അറിയാനും പഠിക്കാനും ആസ്വദിക്കാനും എല്ലാം ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒന്നെന്താ വെച്ചാൽ ഈ കൾച്ചറൽ ഞാൻ ചെയ്യുന്ന പർട്ടിക്കുലർ വർക്ക് എന്ന് പറയണമെങ്കിൽ ഇന്ത്യയിലെ ഫോക്ക് ആൻഡ് ട്രൈബൽ ഫോംസിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം 2-3 ലെവൽസിലുള്ള വർക്കാണ് നമ്മൾ ചെയ്യാറ്. ഒന്ന് പിന്നെ ഈ ആർട്ട് ഫോംസ് കാണാനുള്ള എവിടെയെല്ലാം എന്തെല്ലാം ആർട്ട് ഫോംസ് ഫോക്ക് ഫോംസുകളുണ്ട് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഇപ്പോൾ ഇന്ത്യയിൽ പലയിടത്തുമുള്ള ഫോക്ക് ഫോംസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര നിരാശാജനകമാണ്. പലതും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പം ഷറൈക്കലയിലെ ആർട്ടിസ്റ്റുകൾ പിന്നെ അവരുടെ സ്പോൺസർഷിപ്പ് ഇല്ലാത്ത, പണ്ടൊക്കെയാണെങ്കിൽ ജമീന്ദാറിൻ്റെ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ രാജാവിൻ്റെ സ്പോൺസർഷിപ്പോട് കൂടിയിട്ടായിരിക്കും ആ ഫോം നിലനിൽക്കുന്നുണ്ടാവുക. പിന്നീട് ഗവൺമെൻറ് ആ സിസ്റ്റം മാറി ഗവൺമെൻറ് നേരിട്ടിട്ട് ഇത്തരം കാര്യങ്ങൾ സ്പോൺസർ ചെയ്യാൻ പോയ സമയത്ത് കുറച്ചു കാലം സ്പോൺസർ ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോൺസർഷിപ്പ് ഉണ്ടാവില്ല. അപ്പം അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെയാവും. അങ്ങനെ ആ ഫോം പൂർണ്ണമായും തകർന്നു പോകും. അപ്പം അതേപോലെ ആർട്ടിസ്റ്റുകൾ പലപ്പോഴും മൈഗ്രേറ്റ് ചെയ്യും. അപ്പം ആ പെർട്ടിക്കുലർ വില്ലേജിൽ പെർഫോം ചെയ്യാൻ കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ഇല്ലാതെയാവും. അങ്ങനെ ആ ഫോം തന്നെ ഇല്ലാതെയാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കുറേ ആർട്ട് ഫോംസ് ഇന്ത്യയിൽ മുഴുവനുണ്ട്. അപ്പോൾ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം നമുക്ക് മാപ്പിംഗ് നടത്താം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, എല്ലാ ആർട്ട് ഫോംസിൻ്റെയും സ്ഥിതി എന്താണ്. അതൊരു ഹ്യൂജ് വർക്കാണ്. കാരണം ഇപ്പോൾ ലക്ഷദ്വീപിൽ പോയിട്ട് ഞാൻ മാപ്പിംഗ് നടത്തുമ്പോൾ എനിക്ക് അണ്ടർ കൺട്രോളാണ്. നമുക്കറിയാം അവിടെ 10-13 ഐലൻഡ്സാണ്, ഇൻഹാബിറ്റഡ് ഐലൻഡ്സ്. ആ ഐലൻഡ്സിൽ പോയി ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 10-30 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാവുന്നൊരു പണിയാണ്. ആദ്യം ഞാൻ അതാണ് എടുത്തത്. ഏറ്റവും ചെറിയൊരു യൂണിയൻ ടെറിട്ടറി എടുത്ത് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക എന്നുള്ളത്. പക്ഷേ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇറ്റ്സ് നോട്ട് ടു ഈസി. യൂണിയൻ ടെറിട്ടറി ചെറുതാണെങ്കിലും വലിയ കടലിൽ പലയിടത്തായി കിടക്കുന്ന സ്ഥലങ്ങൾ, ഐലൻഡ്സാണ്. ഒരു ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ 8, 10, 15 മണിക്കൂറാണ്. അതെല്ലാം ഡീപ്പ് സീയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. വലിയൊരു പങ്ക് ഷിപ്പ് കിട്ടണമെന്നില്ല. നമുക്ക് ഓപ്പൺ ബോട്ടിലൂടെയും പിന്നെ വെസലിലും ഒക്കെ ആയിരിക്കും നമ്മൾ യാത്ര ചെയ്യേണ്ടാവുക. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും അത് അണ്ടർ കൺട്രോൾ ആയിരുന്നു. ഇപ്പം നമ്മൾ ആലോചിക്കുന്ന ബീഹാറിലെ എല്ലാ ആർട്ട് ഫോംസിനെയും ഒന്ന് കാറ്റഗറൈസ് ചെയ്യാനും അതേപോലെ തന്നെ പ്രധാനമായിട്ടും നാടൻ കലാരൂപങ്ങളിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം അതാണ് അർജൻറ്റായിട്ടുള്ള നീഡുള്ളത്, സപ്പോർട്ട് സിസ്റ്റം ആവശ്യപ്പെടുന്നത്. അപ്പോൾ വൺസ് നമ്മളിത് മാപ്പിംഗ് കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റും ഓക്കെ ഇന്ന ജില്ലയിൽ ഇന്ന ആർട്ട് ഫോംസ് ഉണ്ട്, ആ ഫോംസ് ഇന്ന ഗ്രൂപ്പുകളാണ് ചെയ്യുന്നത്, ആ ഗ്രൂപ്പുകൾക്ക് സർവൈവലിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഫണ്ടുകളാണ് ലഭിക്കുന്നത്, പലതും എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമുണ്ട്, ആർക്കൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ നമുക്ക് ആലോചിക്കണമെങ്കിൽ ഒരു വലിയൊരു വർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ മൊത്തം ഡാറ്റാബേസ് ഉണ്ടാക്കുക, ആർട്ടിസ്റ്റുകളുടെ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്യുക, ആർക്കൊക്കെ അവാർഡുകൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അക്കാഡമി പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു നേതൃത്വം വഹിക്കുന്ന ഒരു പണിയാണ് എൻ്റേതെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ എത്രമാത്രം അവിടുത്തെ വർക്കിൽ എൻജോയ് ചെയ്തിട്ടുണ്ടോ അത്ര തന്നെ ഞാൻ എൻ്റെ ഈ വർക്കിലും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൾച്ചറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആർട്ടിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പ്രൊഫഷണൽ നാടകങ്ങൾ പഴയ പോലെ ഇപ്പോൾ ഉണ്ടാകുന്നില്ല, എല്ലാം ഇല്ലാതായിപ്പോയി.
അതേസമയം നാടകം പഠിക്കാൻ വളരെ ഗൗരവമായി പഠിക്കാൻ ധാരാളം കുട്ടികൾ പുതിയതായി ഉണ്ടാകുന്നു. ഇപ്പോൾ ഡ്രാമ സ്കൂൾ പോലുള്ള സ്ഥലങ്ങളിൽ പോയി പഠിച്ച് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാവരും തന്നെ നാടകരംഗത്തേക്കല്ല വരുന്നത്. കുറേ പേർ ടെലിവിഷൻ ചാനലുകളിലും മറ്റ് മേഖലകളിലേക്കും പോകുന്നു. ഇപ്പോൾ ദൂരദർശനിൽ തന്നെ നിരവധി പേരുണ്ട്. പക്ഷേ നാടകരംഗത്ത് ഇവരെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നോക്കൂ, ഇപ്പം എഞ്ചിനീയറിംഗ് പഠിച്ച എല്ലാവരും എഞ്ചിനീയേഴ്സായിട്ടല്ലല്ലോ വർക്ക് ചെയ്യുന്നത്, പല ഫീൽഡിലേക്ക് പോകുന്നില്ലേ. അതുപോലെ തന്നെ ആണ് തിയേറ്ററും പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരിൽ കുറച്ച് പേര് തീരുമാനിക്കും, ശരി ഞങ്ങളിതാ തിയേറ്ററിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ചില ആളുകൾ മറ്റു മീഡിയ അന്വേഷിച്ച് പോകും. ചിലപ്പോൾ നമ്മുടെ പാഷൻസ് മാറാം. നമ്മളെല്ലാ കാലത്തും തിയേറ്റർ പഠിച്ചു വെച്ചിട്ട് നാടകം തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യങ്ങൾ ജനിക്കാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ആകെ എന്നെ സംബന്ധിച്ചോളം വിഷമിപ്പിക്കുന്ന കാര്യം, നാടകം തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാൻ ഗവൺമെൻറ്റിനോ മറ്റ് സംഘടനകൾക്കോ സാധിക്കുന്നില്ല. ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രവർത്തനം ഒരു സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പം ബെൻസി കൗൾ ഒരിക്കൽ പറയേണ്ട ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത്, ഭോപ്പാലിൽ തിയേറ്റർ ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്ന ഈ റൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ട്, റൈറ്റ്സ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന പണം തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കമ്മ്യൂണിറ്റി തിയേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഇഫക്റ്റീവായേനെ. ചില അവിടെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് മനുഷ്യർ ജീവിക്കുവാണ്. മുസ്ലിമും ഹിന്ദുവുമായിട്ട് രണ്ട് സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ ജീവിക്കുവാണ്. തിയേറ്ററിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. നാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം കാസ്റ്റും റിലീജിയനും ഒന്നും പ്രശ്നമല്ല. കാരണം ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും കെട്ടിപ്പിടിച്ചും എല്ലാവരും കൈകോർത്തും തന്നെ നമ്മൾ പണിയെടുക്കുള്ളൂ. അപ്പോൾ അതുണ്ടാക്കുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പം തിയേറ്ററിന് ഭയങ്കരമായിട്ട് ആ രീതിയിലൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ഉണ്ട് തിയേറ്ററിൽ. അതിന് നമ്മൾ ഗവൺമെൻറ് തന്നെയാണ് അത് കാണുകയും മനസ്സിലാക്കുകയും അതിന് സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടത്. പക്ഷേ കേരളത്തിൽ ഞാൻ വിചാരിക്കുന്നത് കമ്പാരിറ്റീവ്ലി ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെയാണ്. സംഗീതനാടക അക്കാദമിയൊക്കെ തന്നെ ധാരാളം വർക്കുകൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. നാടകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളെന്ന് തന്നെ വിശേഷിപ്പിക്കാം. അപ്പോൾ നാളെ നാടകത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നറിയാം. അതെന്താണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഞാൻ ആദ്യം എഴുതിയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള നാടക സ്ത്രീ ചരിത്രം എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത്. അത് 14 വർഷം കേരളത്തിലെ നടികളുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് ഉള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ. കാരണം തിയേറ്റർ ഹിസ്റ്ററി നമ്മൾ വായിക്കുമ്പോൾ ഞാനൊരു ആക്ടിവിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ഗൗരവത്തോടുകൂടി കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ മീഡിയത്തിൻ്റെ അകത്ത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് തിയേറ്റർ ഹിസ്റ്ററികളിലൊന്നും തന്നെ സ്ത്രീകളില്ല. അപ്പം എൻ്റെ ചരിത്രം എന്താണ്, ഞാനും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ചരിത്രം എന്താണ് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അത്തരൊരു പുസ്തകത്തിലേക്ക് എത്തുന്നത്. അതൊരു കുറേ വർഷങ്ങൾ മെനക്കെട്ട് കുറേ ആളുകളെ മീറ്റ് ചെയ്ത് കുറേ ആർട്ടിസ്റ്റുകളോട് സംസാരിച്ച് എഴുതി തയ്യാറാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ്. തിയേറ്റർ ഹിസ്റ്ററിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതും ഒരു നാടക ചരിത്രമാണ്, അല്ലാതെ സ്ത്രീകളുടെ മാത്രം ചരിത്രമല്ല. നമ്മുടെ നാടക ചരിത്രത്തിൽ സ്ത്രീകളും കൂടി ഉണ്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമാണത്. അത് നമ്മളെ കേരള സംഗീതനാടക അക്കാദമി അതിന് 2010 പ്രധാനപ്പെട്ട നാടക പുസ്തകമായിട്ട് അംഗീകരിക്കുകയും അവാർഡ് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറിച്ചൊന്ന് പറയും. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നാഷണൽ ബുക്ക് ട്രസ്റ്റിലെ എഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് റൂബിൻ ഡിക്രൂസ് എന്നാണ്. എൻ്റെ മകൻ ആരോമൽ 10th പഠിക്കുവാണ്, ഡൽഹിയിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാടക സിനിമ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ട്. സിനിമ എന്നതിലുപരി ഇത് നാടകാഭിനയം ഒരു പാഷനായി കൊണ്ടു നടക്കുന്നവർ, നാടകം ഇതുപോലെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരോട് എന്താണ് പറയാനുള്ളത്? ഞാനൊരു തിയേറ്റർ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, മീഡിയ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൽ സ്ത്രീകൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നൊരു മീഡിയം തന്നെയാണ് തിയേറ്റർ. നമുക്ക് ഏറ്റവും പാഷനേറ്റായിട്ട് ഏറ്റവും ഗൗരവത്തോട് കൂടിയിട്ട് പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ സക്സസ്ഫുൾ ആവാനുള്ള പോസിബിലിറ്റി ഉള്ള സ്പേസും കൂടിയാണ്. പക്ഷേ നല്ലോണം കമ്മിറ്റ്മെൻറ്റ് വേണം തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് യാതൊരു ഫണ്ടും ഒന്നും സപ്പോർട്ട് സിസ്റ്റവും ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുമ്പം കുറേ കാലമെങ്കിലും നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും.
അങ്ങനെ ധൈര്യം കാണിക്കുന്ന ധാരാളം പെൺകുട്ടികൾ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. പണ്ട് ഞാനൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നാടകത്തിലേക്ക് വരുന്ന സ്ത്രീകൾ വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ധാരാളം പെൺകുട്ടികൾ ഗൗരവത്തോടു കൂടിയിട്ട് നാടകം കാണുകയും നാടക സംഘങ്ങളിൽ നടി എന്നതിലപ്പുറത്തേക്ക് നാടക പ്രവർത്തകയായും നാടകത്തിൽ പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളായി അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ വെറും നടികളല്ല, വെറും നടി എന്നുള്ള മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ഏരിയയിൽ മാത്രമല്ല അവർ വർക്ക് ചെയ്യുന്ന, അഭിനയം എന്നുള്ള ഒരൊറ്റ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല അവർ പണിയെടുക്കുന്നത്. നേരെ മറിച്ചിട്ട് സംവിധാനത്തിലായാലും ലൈറ്റ് കിട്ടുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിലാണെങ്കിലും സെറ്റ് ഡിസൈൻ ചെയ്യുന്നതിലാണെങ്കിലും കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലാണെങ്കിലും സംവിധാനത്തിലാണെങ്കിലും വളരെ ഗൗരവത്തോടു കൂടിയിട്ട് പണിയെടുക്കുന്ന ധാരാളം പെൺകുട്ടികൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. അതൊരു കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് എടുത്ത മാറ്റമാണ്. അതിലൊക്കെ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ സാധിച്ചതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ സജിതയുടേതായി നിരവധി തിയേറ്റർ പ്രൊഡക്ഷൻസ് ഉണ്ടെന്നറിയാം. പ്രത്യേകിച്ച് മത്സ്യഗന്ധി പോലുള്ള സജിതയുടെ നാടകം കുട്ടികൾക്ക് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു, സ്പൈനൽ കോഡ്. അപ്പോൾ ഇത്തരം ആ നാടകങ്ങളെക്കുറിച്ച്, ആ തിയേറ്റർ പ്രൊഡക്ഷൻസിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരും. മത്സ്യഗന്ധി പിന്നെ 2000-ലൊക്കെ എഴുതിയുള്ള നാടകമാണ്, 2001-ലോ 2002-ലോ എഴുതിയുള്ള നാടകമാണ്. അത് പിന്നെ ഒരു എർത്ത് സമ്മിറ്റിന് വേണ്ടിയിട്ട് പിന്നെ എന്നെ സെലക്ട് ചെയ്ത സമയത്ത് സൗത്ത് ആഫ്രിക്കയിലെ ഒരു തിയേറ്റർ ഗ്രൂപ്പ് ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ അവർ സെലക്ട് ചെയ്യുണ്ടായി. ഞാനാണ് അത് സെലക്ട് ചെയ്യപ്പെട്ടത്. അപ്പം കേരളത്തിലെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ഒരു നാടകം വേണം എന്ന്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര കൗതുകമായിട്ട് തോന്നി. കാരണം ഞാൻ പരിഷത്തിലൊക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന കാര്യം അതാണ്. വളരെ ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേ എഴുതുക, വളരെ എസ്തെറ്റിക്കലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേ എഴുതുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർക്കായിട്ട് ഞാൻ കരുതി. ഞാൻ പ്ലേ എഴുതി പരിചയമൊന്നും എനിക്കില്ല. അപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുറേ ആലോചിച്ച് നമ്മളെ പല സുഹൃത്തുക്കളോടും സംസാരിച്ച് പിന്നെ കുറേ പിന്നെ അവിടെ മുഴുവൻ യാത്ര ചെയ്ത് ആ തീരപ്രദേശങ്ങളിൽ യാത്ര ചെയ്ത് പല സ്ത്രീകളുമായി സംസാരിച്ച് അങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ അതിൽ എൻ്റേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മത്സ്യഗന്ധി എന്നുള്ള കഥ, മത്സ്യഗന്ധിയുടെ കഥ ഇതിനോട് കണക്ട് ചെയ്ത് അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ഞാനത് പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ആ നാടകം ചെയ്തു. കുറേ ദിവസം നമ്മളത് ചെയ്യേണ്ടായി, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ നാടകം ഞങ്ങൾ ഓരോരുത്തരും പല കോണ്ടിനെന്റിൽ നിന്ന് വന്നിട്ടുള്ള പിന്നെ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അവനവൻ്റെ കോണ്ടിനെൻറ്റിലെ ഏറ്റവും അധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇഷ്യൂവിനെ ബേസ് ചെയ്ത്, ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള നാടകങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെല്ലാവരും ആ നാടകങ്ങൾ ചെയ്തു. ഞങ്ങൾ സിംഗിളായിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് എവറി ഡേ ഓൾമോസ്റ്റ് 1 month ഞങ്ങൾ പെർഫോം ചെയ്യുമായിരുന്നു. ആ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലണ്ടിൽ വന്നിട്ടുള്ള ജോൺ മാർട്ടിൻ എന്ന് പറഞ്ഞുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള തിയേറ്റർ ഡയറക്ടർ വന്നിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ പീസുകളെ കണക്ട് ചെയ്തിട്ട് ഒരു വലിയൊരു പ്ലേ ചെയ്തു. ആ പ്ലേയുടെ പേര് ഗാർഡിയൻസ് ഓഫ് ദ ഡീപ്പ് എന്നാണ്. അപ്പം ആ നാടകത്തിൽ മത്സ്യഗന്ധിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിലൊരു സെൻട്രൽ ക്യാരക്ടറായിരുന്നു മത്സ്യഗന്ധി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. വരെ ഒരു ലോങ് ഹെയർ ഒക്കെ വെച്ചിട്ട് കേഴ്സ് ചെയ്യുന്നൊരു സ്ത്രീ കഥാപാത്രമായിരുന്നു ഞങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളിലും യാത്ര ചെയ്ത് നാടകങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പം ഒരു ഇന്ത്യയിലല്ല പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു നാടക നടിയെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട അനുഭവങ്ങളാണ് കൂടുതലും ഓഡിയൻസിന് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഒരിക്കലും നാടകം നന്നായി എന്ന് പറയില്ല. ഇത്രയും മാസങ്ങളുടെ അധ്വാനത്തിന് ശേഷം നമ്മൾ നാടകം ചെയ്തു കഴിഞ്ഞാൽ സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന പിന്നെ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഒരിക്കലും നന്നായിട്ടുണ്ട് നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ വലിയ അറ്റംപ്റ്റാണ് എന്ന് നമ്മൾ പറയില്ല. വളരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോരുന്നതാണ് മലയാളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞത്. അപ്പം ഒരുപക്ഷെ 1 മാസം 2 മാസമൊക്കെ പണിയെടുത്തിട്ടായിരിക്കും നമ്മളൊരു നാടകം ചെയ്യുന്നുണ്ടാവുക. അപ്പം അതിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊരു നടിയാണെന്നും എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്നും എനിക്കൊരു കോൺഫിഡൻസ് തന്നത് ആ കാലമാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അഭിനയിക്കുന്നത് കൊള്ളാം എന്ന് മറ്റുള്ളവർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സന്തോഷവും തരുന്നത് സിനിമയാണോ നാടകമാണോ ഇപ്പോൾ? ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് പെർഫോമൻസിൻ്റെ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് സന്തോഷം തരുന്നത് നാടകം തന്നെയാണ്.
ചില ആ പെർഫോം ചെയ്യുമ്പോൾ ലൈവായിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും, ഓഡിയൻസിന് റിയാക്ഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഒരു ഫുൾ ഗ്രോത്ത് ഉണ്ട് ആക്ടിങ്ങിലൊക്കെ തന്നെ, ഒരു ഫുൾ ഗ്രോത്ത് ഉണ്ട്. ആ കഥാപാത്രത്തിനെ തുടങ്ങി അവസാനിപ്പിക്കാനുള്ള ഒരു പോസിബിലിറ്റി നാടകത്തിലുണ്ട്. അപ്പോൾ ആക്ടിങ്ങിൻ്റെ നമ്മളുടെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്, നമ്മുടെ ബോഡി ചൂടായി നമ്മളതിൽ ഫുള്ളായിട്ട് അതിൽ ഇൻവോൾവ് ആവുന്ന ആ ഒരു ഇത് സംഭവിക്കുന്നത് നാടകത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സന്തോഷം തരുന്നത്. പക്ഷേ ഷട്ടറിന് ശേഷം ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അത് സിനിമ നൽകുന്ന ഒരു പ്രശസ്തി ഉണ്ടല്ലോ, അത് നാടകത്തിന് പലപ്പോഴും നമുക്ക് തരാൻ പറ്റുകയില്ല. കാരണം അതൊരു വല്ലാത്തൊരു മീഡിയമാണ്. പിന്നെ അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സിനിമയ്ക്ക് ആ രീതിയിലുള്ളൊരു പ്രാധാന്യമുണ്ട്. കേരളത്തിലെ വിഷ്വൽ മീഡിയയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം അതിന് ഞാൻ നെഗറ്റീവ് ചെയ്യില്ല. കാരണം വെച്ചാൽ എനിക്കത് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് തന്നിട്ട്, ഒരു ആക്ട്രസ് എന്നുള്ള എനിക്ക് എന്നെ നാടകത്തിൽ ഉണ്ടായിരുന്നവർ പോലും അംഗീകരിക്കുന്നത് പലപ്പോഴും സിനിമയെ കണ്ടിട്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്